ഓക്കെ, ഒരു സെക്കൻഡ്. ഫസ്റ്റ് അതിന്റെ ജസ്റ്റ് ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. സോ നമ്മൾ ലാസ്റ്റ് ഏത് ടോപ്പിക് വരെ നോക്കിയത് ഓർമ്മയിട്ടാ? എനിവൺ റിമെമ്പേഴ്സ്? വോയിസ്? സർ കോൾഡ് സ്റ്റോറേജ്. ഓക്കെ, കോൾഡ് സ്റ്റോറേജ് ആണല്ലേ. വെയിറ്റ്. Okay, I am presenting the screen. Are you able to see that? കാണുന്നില്ലേ? ഹലോ? ആ സർ. So cold storages and its different types and the specific application we went through. Basically, the working and the temperature range which are being maintained within the cold storage also we have discussed. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ cold storage? Okay, now we have two separate methods of food preservation, and within that we have plate freezers or plate freezing as well as quick freezing methods. Just take a note of that. Just ഒന്ന് എഴുതി വെച്ചോ. Plate freezing, quick freezing. See, food processing അല്ലെങ്കിൽ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് ജനറൽ ആയിട്ട് നമ്മൾ വേറെ ഒരുപാട് സാധനങ്ങൾ കേൾക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി റിമൂവൽ ഓഫ് ബാക്ടീരിയ, വൈറസ് എക്സെട്ര ഫ്രം ദ ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് അല്ലേ? ബിക്കോസ് ദേ ആർ ദ entities responsible for the spoilage of food. Now, if you want to preserve the food for over a period of time, let that be short or long, then we have to equip ourselves with certain mechanisms or methods for the preservation of food. Adile within your syllabus, plate freezing and quick freezing are the two topics given. Now, what other processes that we commonly hear about? For example, ഇപ്പം പാസ്ചറൈസേഷൻ, ഇറ്റ്സ് എ കോമൺ മെത്തേഡ് അല്ലെ? നമുക്ക് കിട്ടുന്ന
നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മിൽക്ക് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, സോ പാസ്ചറൈസേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പാസ്ചറൈസ്ഡ് മിൽക്കാണ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അല്ലേ. ദിസ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് മിൽക്ക് ഫ്രം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. നൗ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ടെമ്പറേച്ചർ ഫോർ എ ഷോർട്ട് ടൈം പീരീഡ്. ആ മെത്തേഡിൽ ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ അതിനെ കൂൾ ചെയ്യുക. ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ പ്രോസസ് അല്ലേ. സി, മിൽക്ക് ഈസ് ഹീറ്റഡ് ടു അറൌണ്ട് 62 degrees Celsius for 30 minutes, 60 to 70 range degrees Celsius 30 minutes. Now അത് 60 to 70 degree Celsius ഒരു 30 minutes ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് മോർ ദാൻ 70, above 70 to 80 റേഞ്ച് ഒരു 15 സെക്കൻഡ്സിലേക്ക് ഹീറ്റ് ചെയ്യാം. Now ഇത് സംഭവിക്കുമ്പോൾ നടക്കുന്നത്, ദ മിൽക്ക് ഈസ് ബീങ് സ്റ്റെറിലൈസ്ഡ് അല്ലേ, ബിക്കോസ് ഇറ്റ്സ് ബീങ് ബോയിലിംഗ് ഫോർ എ പീരീഡ് ഓഫ് ടൈം by the application of heat. Now sterilization depends on മിൽക്കിൻ്റെ കുറച്ച് കണ്ടന്റിലും കൂടി ഡിപ്പെൻഡ് ആവും. ഈ മിൽക്കിൻ്റെ എത്രത്തോളം ഫാറ്റ് കണ്ടന്റ്, കാരമൽ കണ്ടന്റ് ഇതൊക്കെ മിൽക്കിലുണ്ട് എന്നതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. സോ പാസ്ചറൈസേഷൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ്. കെമിക്കൽ പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്, അതായത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്സ്, ഷുഗർ, ആസിഡ്സ് ഇതൊക്കെ ഇട്ടിട്ട്. ഇപ്പം നമ്മൾ ഇഫ് യു സി യൂഷ്വലി പീപ്പിൾ ഗോയിങ് ഫോർ എ ലോങ് വോയാജ്, ആ സമയത്ത് ഇവർ ക്യാൻഡ് അല്ലെങ്കിൽ ടിൻഡ് ഫുഡ്സ് ആണ് കൊണ്ടുപോവുക, ബിക്കോസ് ഇറ്റ് റിമെയിൻസ് ഇൻടാക്ട് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഈ ക്യാൻഡ് ഫുഡ്സിൽ അല്ലെങ്കിൽ ടിൻഡ് ഫുഡ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സോൾട്ടഡ് മീറ്റ് ആയിരിക്കും. പോർക്ക് അല്ലെങ്കിൽ ബീഫ്, അതെല്ലാം ഉപ്പിട്ടിട്ട് വെക്കും. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് എ കെമിക്കൽ പ്രിസർവേഷൻ മെത്തേഡ്. ഈ സോൾട്ട് ചെയ്യുന്നാൽ ഇറ്റ് പ്രിവെന്റ്സ് ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ മീറ്റ്, സിമിലർലി വെജിറ്റബിൾസിൽ, ഈവൻ ഫ്രൂട്ട്സിൽ. ഓക്കെ, ബിക്കോസ് ഈ വെള്ളത്തിന് വലിച്ചെടുക്കും അത്. സോ ബാക്ടീരിയൽ ഗ്രോത്തിന് വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും അതിൽ. ഓക്കെ, പിന്നെ സ്ട്രോങ് അസിഡിക് മീഡിയം, ഇപ്പൊ വിനീഗർ ഒരു ആസിഡാണ്, അസറ്റിക് ആസിഡാണ്. ലെമൺ ജ്യൂസ്, സിട്രിക് ആസിഡ്. ഇപ്പൊ നമ്മൾ അച്ചാറിൽ നമ്മൾ വിനീഗർ ഉപയോഗിക്കും, ലെമൺ ജ്യൂസ്, ലെമൺ ഉപയോഗിക്കും. അതെന്താണ്? ദാറ്റ് ഈസ് എ പ്രിസർവേഷൻ മെത്തേഡ്. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ പ്രിസർവ് ആവും. സോ കെമിക്കൽ പ്രിസർവേഷൻ, പാസ്ചറൈസേഷൻ ഇതൊക്കെ യൂഷ്വലി നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. ഇപ്പം ഇതേ പിക്ലിങ്ങിൽ തന്നെ നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യും, ചില്ലീസ്, മസ്റ്റാർഡ്, പെപ്പർ. ഓയിൽ യൂസ് ചെയ്യും. സോ ഓയിൽ ആൻഡ് സ്പൈസസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ഇൻ ദ പ്രിസർവേഷൻ ഓഫ് പർട്ടിക്കുലർ ഫുഡ് കോമ്പണൻസ്. സീൽഡ് കണ്ടെയ്നേഴ്സിൽ, അതായത് കാനിങ് മറ്റൊരു മെത്തേഡ്, കാനിങ്, CANNING. കാനിങ് എന്ന് പറഞ്ഞാൽ ക്യാനിൽ സീൽ ചെയ്ത കണ്ടെയ്നറിൽ വെക്കുക. അതായത് അതൊരു പെർഫെക്റ്റ്ലി ക്ലോസ്ഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം ആക്കി മാറ്റുന്നത്. നോ മാസ് ട്രാൻസ്ഫർ, പെർഫെക്റ്റ്ലി ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, പിന്നെ യൂഷ്വലി എന്താ പറയുക, ഹീറ്റിംഗ് പ്രോസസ്സ്, നമ്മൾ ചൂടാക്കുക. ഇപ്പം രാവിലെ വീട്ടിൽ നമ്മൾ കോമൺ ആയി കാണുന്നത്, രാവിലെ കറി ഉണ്ടാക്കിയാൽ അത് വൈകുന്നേരമോ രാത്രിയോ വീണ്ടും ഉപയോഗിക്കേണ്ടിക്കും. നിങ്ങൾ അത് ചൂടാക്കിയിട്ടാണ് വെക്കുക, തിളപ്പിച്ച് വെക്കും അല്ലേ. വെറുതെ പാത്രത്തിലിട്ട് പൂട്ടി വെക്കുകയല്ല ചെയ്യുക, തിളപ്പിച്ച് വെക്കും. അതുകൊണ്ട് ബാക്ടീരിയൽ ഗ്രോത്തിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ദീസ് ആർ വളരെ വെരി കോമൺ മെത്തേഡ്സ് വിച്ച് വി സീ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്
used for preservation of food components. Now, what is basically plate freezing? Now, plate freezing it is known as a contact type of preservation method. Contact freezing എന്നും പറയും. Okay, they are commonly used for freezing brick-shaped packaged products. In plate freezers, refrigerant is allowed to circulate inside the channels within the plates. The packaged products are firmly pressed between the plates. High rates of heat transfer can be obtained between the packaged product and the refrigerant plates. Plate freezers can be arranged with the plates horizontal to form a series of shelves and are called as horizontal plate freezers. When they are arranged in a vertical plane and form a series, they are called vertical plate freezers. Just look at the figure. Vertical plate ഫ്രീസറിന്റെ ഒരു ഫിഗർ നോക്കുക. റെഫ്രിജറന്റ് പാസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ള സ്പേസും ഇറ്റ് ഈസ് ഷോൺ. See, vertical plate freezers are usually applied for freezing of large quantities of fish or meat. In general, ammonia, carbon dioxide, or synthetic refrigerants are used. Now, with the use of carbon dioxide, a temperature of negative 50 degrees Celsius is possible to be generated inside the plates, achieving a significantly shorter freezing time of the product and also consequently increasing the capacity of the plate's freezer. Just look at the figure and understand that content. Method ആണ് താഴെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത്. See, products are simply placed or poured into vertical packets between aluminum freezing plates. So, ആ refrigerant പാസ് ചെയ്യേണ്ട pores ഉള്ള plates, they are aluminum freezing plates. They have certain pores through which refrigerant will be passed. Now, symmetrical frozen blocks stack easily, maximizing an amount of available storage space. സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ സ്റ്റോറേജ് സ്പേസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. കാരണം ടോട്ടൽ സെറ്റപ്പ് വോണ്ട് ടേക്ക് മച്ച് സ്പേസ്. അതാണ് സ്റ്റോറേജ് സ്പേസ് കൂടുതൽ കിട്ടും എന്ന് പറയാനുള്ള റീസൺ. Now, minimal energy consumption, easy installation, and low capital and maintenance costs are peculiarities of plate vertical freezing method. Rapid freezing will preserve products quality and minimizes production time. Okay, good quality will be maintained. More figures are available. See, you can see the line diagram representation as well as color figures. See, loading stations, freezing plates, control panel, refrigerant hoses, അതായത് റെഫ്രിജറന്റ് പമ്പ് ചെയ്യേണ്ട ഹോസസ്, ഹൈഡ്രോളിക് റാം ഫോർ റേസിംഗ് ആൻഡ് ലിഫ്റ്റിംഗ് ഫോക്സ്, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ലെറ്റ് us look at this figure. നോക്ക്, പ്രൊഡക്റ്റ് ആയിട്ടുള്ള മീറ്റ് ഉണ്ട്. മീറ്റ് ഇറ്റ് ഈസ് വെർട്ടിക്കലി സ്റ്റാക്ഡ്. ഇത് ഹൊറിസോണ്ടൽ. You can see the metallic freezing plates through which refrigerant might be passing. Observe ചെയ്യുന്നില്ലേ? Yes, sir. Hello. Okay. Now, horizontal plate freezers, അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എന്താ പറയുക വേർട്ടിക്കൽ എന്താണോ അതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഇഫ് യു പ്ലേസ് എവറിത്തിങ് ഹൊറിസോണ്ടലി ഇറ്റ് ബിക്കംസ് എ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ. നൗ
apart from being classified as vertical or horizontal, that is not basically a classification. That is two sets of arrangements of plate freezers. That's all. Now, fundamental classification of plate freezers and plate freezing method, they have three classifications. One is batch type, second one semi-automatic type, and third one automatic type. അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാച്ച് ടൈപ്പ് വളരെ കമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഫ്രീസിങ് മെത്തഡാണ്. 2-stage റെഫ്രിജറേഷൻ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് ടു ബാച്ച് ടൈപ്പിൽ വി ക്യാൻ അച്ചീവ് എ റെഫ്രിജറേഷൻ ഓഫ് അബൌട്ട് -45°C. ആ റേഞ്ച് വരെ നമുക്ക് -45°C. Just think about the temperature. So 2-stage refrigeration ആണ് batch type. They are very commonly commercially used system. Okay, now the advantage of using this type is low maintenance cost, low freezing cost, and rapid freezing of products. Here, conduction heat transfer is less because they require more time for packages of same size. Conduction heat transfer between the plates, that means the low temperature will be maintained effectively. And advantages എന്ന് പറയുന്നത് low maintenance ആണ്, low freezing cost ആണ്. ഇതൊക്കെ ഇതിന്റെ advantage ആണ്. ഓക്കെ, സോ അത് ഞാൻ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് 2 sets of arrangements ആണ് കാണിച്ചത്. പ്ലേറ്റ് ഫ്രീസേഴ്സും plate freezers, that too in vertical as well as horizontal. ഈ പ്ലേറ്റ് ഫ്രീസിംഗിൽ തന്നെ ഇപ്പം സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടൈപ്പും ഉണ്ട്. അത് ഈ പാക്കേജസ്, അതായത് ഫുഡ് പ്രൊഡക്ട്സ്, ഈ ഫുഡ് പ്രൊഡക്ട്സ് എന്താണ് നമ്മളൊരു ബ്രിക്ക് ഷേപ്പിലാണ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിലേക്ക് വെക്കുന്നതെന്ന് ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോഡിങ് ആൻഡ് അൺലോഡിങ് ആർ ഓട്ടോമാറ്റിക്കലി ഡൺ. അതെവിടെ? ഓട്ടോമാറ്റിക് പ്ലേറ്റ് ഫ്രീസേഴ്സിൽ. ഒരു 1000 to 7000 kilogram റേഞ്ചിലുള്ള ഫുഡ് ബ്രിക്സ്, അതായത് ഫുഡ് ദാറ്റ് ആർ സ്റ്റാക്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്രിക്സ്, ഷേപ്പ് ഓഫ് ബ്രിക്സ്, 1000 to 7000 kilogram റേഞ്ചിൽ വരെ ഈ ഓട്ടോമാറ്റിക് ടൈപ്പിൽ അഫോർഡബിൾ ആണ്. സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ കൺട്രോൾഡ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് യൂസസ് സം സോർട്ട് ഓഫ് ഇലക്ട്രിക്കൽ power or energy for loading, but still they are being controlled by an operator. മറ്റേതാണെങ്കിൽ ഓപ്പറേറ്ററിന്റെ ആവശ്യമില്ല. There are inbuilt mechanisms that will do the automatic loading and unloading of bricked food products. So that are semi-automatic and automatic. So plate freezers എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് അറേഞ്ച്മെന്റ് ഉണ്ട്, vertical and horizontal, which we have seen. And it has classifications: batch type, semi-automatic, and automatic type. Now, another commercially used and viable system of large quantities of food preservation technique is quick freezing. നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്ചറൈസേഷൻ, ഓയിലും സ്പൈസസും അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ലൈക്ക് സോൾട്ട്സ്, ആസിഡ്സ്, ലൈക്ക് എന്താ പറയുക സിട്രിക് ആസിഡ്, ലെമൺ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രിസർവേഷൻ ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ് അല്ല. അപ്പൊ കുറച്ചും കൂടി ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലെങ്കിൽ ലാർജ് കമേഴ്ഷ്യൽ പ്രിസർവേഷൻ മെത്തേഡ്സിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് we come up with plate freezing and quick freezing. Now, what is quick freezing? As the name suggests, it's rapid freezing of food by exposure to a blast of air at a very low temperature. അതായത് ലോ ടെമ്പറേച്ചറിൽ അതിശക്തമായ ബ്ലാസ്റ്റ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് പോലെ കാറ്റ് വീശുന്നത്, അതിന് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോസ് ചെയ്തിട്ട് റാപ്പിഡായിട്ട് ഫ്രീസ് ചെയ്തെടുക്കും. Unlike slow freezing, very small crystals of ice are formed
which do not rupture the cells of the food, and so the structure is relatively undamaged. So slow freezing പോലെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പതുക്കെ പതുക്കെ പോയി അതിൻ്റെ സ്ട്രക്ചർ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിലല്ല ക്വിക്ക് ഫ്രീസിങ്ങിലുള്ളത്. Because small crystals of ice are formed throughout the food product that does not rupture the cells of the food, and the structure is intact, kept intact. Now, during quick freezing, chilled air is sent to the freezer compartment to freeze items at a rapid rate. By placing food on the aluminum tray, food chills faster due to quick conductivity of the metal. Aluminum ട്രേയിലാണ് ഫുഡ് വെക്കുന്നത്. It is exposed to blast of cold, very low temperature air. Hence, by conduction, what happens? The metallic plates, aluminum tray, gets highly chilled, or reaches a very low temperature, and hence the food placed on that, which is exposed to now both the blast of low temperature air as well as the surface of the cold aluminum tray, the food chills very faster because you have an additional conductivity of the metal also in effect. Now, by quickly going past the maximum ice crystal formation zone, where moisture in food items freezes, the growth of ice crystals will be inhibited. Hence, damage to food cells is prevented, reducing the dripping during defrosting. Avoid that. Just note down that due to formation of ice crystals at the regions where the food is tending to get moisturized, or moisture tends to accumulate, the ice crystals are formed, and that zone is known as the crystal formation zone. So in that particular zone, the crystal formation or ice crystals will be inhibited. Now, in turn, what happens after the formation of ice crystals? See, further moisturization is being prevented, and that too while defrosting the freezed food item. Freeze ചെയ്ത സാധനം അതേപോലെയല്ലോ കഴിക്കുക, അത് കുക്ക് ചെയ്യേണ്ടിക്കില്ല. ഇറ്റ് ഷുഡ് ബി ഡീഫ്രോസ്റ്റഡ് ഫസ്റ്റ്. സോ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രിപ്പിംഗ്, അതായത് മോയ്സ്ചർ കണ്ടന്റ് ഡ്രിപ്പ് ചെയ്യുക എന്നുള്ള സ്റ്റേറ്റ് ഈസ് ടോട്ടലി ഇറാഡിക്കേറ്റഡ്. Now, quick frozen food is commonly defined as one that has been cooled from a temperature of 0 degrees Celsius to minus 5 degrees Celsius or lower in a period of not more than 2 hours, and then cooled to negative 18 degrees Celsius. 2 മണിക്കൂറിൽ 0 to minus 5 ഈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിക്രിമെന്റ് കാണിക്കുന്ന രീതിയിലുള്ള ഫ്രീസിങ് ടെക്നിക് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ഫുഡ് കോമ്പണന്റ് ഫ്രീസ് ചെയ്തെടുത്തതെങ്കിൽ, that component or product can be termed as a quick frozen food product. Okay. So quick freezing can cause serious food. Okay, if the process is not performed correctly, it can cause serious food poisoning. That's a negative impact, because good amount of accuracy and precision is needed while quick freezing of food product. If not, it can cause serious food poisoning. Okay, it is therefore necessary to take numerous precautions to avoid this and to preserve the original quality of products. Is that clear? Just highlighted points on the note ചെയ്തോ. സെന്റൻസസ് ആയിട്ട് എഴുതണ്ട, അതിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്.
സർ ആ സ്ലൈഡ് ഒന്ന് ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. Okay, so now fundamental application areas of refrigeration അത് നമ്മൾ നോക്കി. And apart from the areas, the application units which commercially exploit the principles of refrigeration to achieve low temperatures. For example, domestic refrigeration. Then in general, I mean domestic refrigerators, cold storages, water coolers, ice plants, then several sets of food preservation methodologies using plate freezers, quick freezers, etc. ഇങ്ങനത്തെ application relate ചെയ്തിട്ടുള്ള different areas as well as the devices or machines that are employed in these areas we have discussed. Now, the last section of this module deals with the components of a refrigerating system. See, we already know the common components that come up in both refrigerating systems. അതായത് വി സി ആർ എസ് ആയാലും VARS ആയാലും common components ഏതൊക്കെയാണ്? We have compressors, we have condensers, we have expansion valves and evaporators. ഈ കോമൺ കോമ്പണൻസ് എല്ലാം നമ്മളെ കയ്യിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിലുണ്ട് ഇല്ലേ? വോയിസ്? യെസ് സർ. ഓക്കെ, ഒരു സെക്കൻഡ്. സോ ഈ ഡിഫറെൻറ്റ് കോമ്പണൻസിനെ പറ്റിയാണ് ഇനി ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ആ കോമ്പണൻസിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾസ് യു ഹാവ് ടു ലേൺ, observe and learn the figures related to different types of those components, and if figures, you have relative figures for the explanation or working principle purpose, that also you have to prepare. അതാണ് ഇത് ചെയ്യാനുള്ളത്. Now let us start with condenser. ഒരു സിമ്പിൾ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. കംപ്രസർ ഉണ്ട്, സ്റ്റേറ്റ് 2 1 സ്റ്റേറ്റ് 2 it is directly being passed in through a condenser. Condenser is usually finned type. Condenser coils കുറേ മെറ്റാലിക് ഫിൻസിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. In a domestic refrigerators, the condensation process, that means heat is being rejected to the atmosphere. But in certain commercial plants, we have already seen that a constant supply of or a continuous supply of cooling water is given into the condenser so that it can take away the heat. That means rejected heat in a conduit
കളയാൻ പറ്റും. Okay. Now, what are the basic functions of a condenser? Now, the functions of condenser are to de-superheat the high pressure gas, condense it, and also subcool the liquid. These are the three major functions of the condenser. ഈ de-superheat and condense the high pressure vapor refrigerant എന്ന് പറഞ്ഞാൽ എന്താണ്? Generally, the vaporized refrigerant, the liquid refrigerant which is passing through the evaporator takes up the latent heat of vaporization and converts itself to vaporized form. അവിടുന്ന് അത് vapor refrigerant ആണ്. Now this vapor refrigerant which is now at the level of evaporator pressure and temperature is passed into a compressor. So compressor compresses the amount of vaporized refrigerant and raises or increases its temperature and pressure. അപ്പോൾ compressor ലെവലിലേക്കുള്ള pressure and temperature raise out. Now this vaporized refrigerant at increased temperature and pressure is the commodity that is being passed to the condenser. So compressor, initially when we had started discussion related to the refrigeration systems, ഞാൻ പറഞ്ഞു കംപ്രസറിന് എപ്പോഴും ഒരു സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിലേക്ക് ആവണമെന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ റീച്ച് ടു എ സൂപ്പർ ഹീറ്റഡ് ലെവൽ ഓൾസോ. ഇഫ് യു റിമെമ്പർ ഓർ ഇഫ് യു ഗോ ത്രൂ ദ pressure enthalpy diagrams that we have drawn for VCR system, അതിൽ ക്ലിയർ ആയിട്ട് it is this superheated state is represented using specific curved lines. If you go back to those notes and refer those pH diagrams, you can visibly see that. So there is no mandation that always compressor generates saturated vapors. That means no amount of water vapor is within the commodity that is being expelled out of the compressor, but the vaporized refrigerant which gets increased in its temperature and pressure level can reach up to a superheated state also. So the main function of the condenser becomes to de-superheat this high pressure, high temperature vapor coming out of the compressor. Now, along with de-superheating, it has to also condense this vapor and change its phase to liquid form. അതും കൂടി എന്ത് ചെയ്യണം? കണ്ടൻസർ ആണ് ചെയ്യേണ്ടത്. Now, what happens in the condenser? See, heat from the hot refrigerant gas is rejected in the condenser to the condensing medium. The condensing medium could be exposure to atmospheric air. അതായത് അവിടെ എയർ ആണ് condensing medium. Or else special tubes will be passing over the condenser which is filled with cooled water. So cold water becomes the medium in that type of condenser. So the phase change occurs while condensing. And how does that happen? That means the high pressure temperature vaporized refrigerant rejects heat to that medium. That medium can be air or cold water and changes its phase from vaporized state to liquid state. Look at the next point. See, selection of a condenser depends upon the capacity of the refrigerating system, the type of refrigerant used, and the type of cooling medium available. So, considering the three given factors, we have to finalize which type of condenser is suitable for such type of conditions. Okay, process. Now, there are three types of condensers: air cooled, water cooled, and evaporative. ഈ രീതിയിലും പറയാം. ഇപ്പൊ എയർ കൂൾഡ് എന്നൊക്കെ പറഞ്ഞാല് പോട്ടെ,
എയർ കൂൾഡ് ആണ്. ഇപ്പൊ വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ you have parallel flow condenser as well as shell and tube condenser. Counter flow shell and tube condenser ഉണ്ട്. നിങ്ങളത് നിങ്ങളുടെ HMT ലാബിൽ റെഫ്രിജറേഷൻ യൂണിറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ സിലബസിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ നിങ്ങൾ HMT ലാബിലുണ്ട്. അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. വാട്ടർ കൂൾഡ് ടൈപ്പിൽ ഇത് രണ്ടുണ്ട്. അതായത് പാരലൽ ഫ്ലോ കണ്ടൻസർ, സെക്കൻഡ്ലി കൗണ്ടർ ഫ്ലോ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ ഉണ്ട്. പിന്നെ ഇവാപ്പറേറ്റീവ് സർഫസ് കണ്ടൻസർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ചില ടെക്സ്റ്റ് ബുക്സിൽ ഈ ഇവാപ്പറേറ്റീവ് കണ്ടൻസർ ക്യാൻ ബി റിഗാർഡഡ് ആസ് എയർ കൂൾഡ് ഓൾസോ. കാരണം ഇവാപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ അത് അറ്റ്മോസ്ഫിയറിക് എയറിലേക്കാണ് പോകുന്നതെങ്കിൽ എയർ കൂൾഡ് എന്ന് പറയാം. Now see, factors that are affecting the condenser capacity. Capacity of condenser എന്ന് പറഞ്ഞാൽ എന്താ? Is the ability of condenser to transfer heat from the hot vapor refrigerant to the condensing medium. Now this capacity of condenser or this ability depends on the material, amount of contact and temperature difference. ഈ മൂന്നിലും ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും. അതായത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? The ability of the or the property of the material that helps in heat transfer. ഈ ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി കൂടുമ്പോൾ കണ്ടൻസർ കപ്പാസിറ്റിയും കൂടും. സോ ഹയർ ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ട്രാൻസ്ഫർ ഹീറ്റ്, ദ സ്മോളർ ബി ദ സൈസ് ഓഫ് കണ്ടൻസർ. കാരണം എന്താ? സ്പേസ് കൺസിഡറേഷൻസ് അത്ര മതി. നമുക്ക് ഒരുപാട് വലിയ സർഫസ് ഏരിയന്റെ എന്താ പറയുക ഇൻസ്റ്റാളേഷൻ ആവശ്യമില്ല. ബിക്കോസ് ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതിന്റെ ലാർജ് സൈസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ ദിസ് ഹെൽപ്സ് us in installing a smaller condenser. Amount of contact. The condenser capacity may be varied by controlling the amount of contact between condenser surface and condensing medium. So along with that, amount of liquid refrigerant level in the condenser also affect the amount of contact between vapor refrigerant and condensing medium. അടുത്ത എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ? റേഞ്ച്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി ഓഫ് എ കണ്ടൻസർ, it generally depends on temperature difference between what and what? Between the condensing medium and the vapor refrigerant. So if the temperature difference increases, heat transfer rate will increase. Heat transfer rate increase ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ ഹീറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് ഔട്ട്. അപ്പൊ കൂടുതൽ ഹീറ്റ് ഡെലിവേർഡ് ഔട്ട് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അറ്റ് ഈസ് എ ഹൈ കപ്പാസിറ്റി കണ്ടൻസർ. കാരണം അത്രയും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So these are the three factors that affect the capacity of a condenser. This is very important: material, amount of contact, and temperature difference. We'll wind up the session for now. I'll take the attendance and then leave. We'll continue with this one.